മക്കളെ ഓൾ ആർ വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിൻ്റെ 11th ചാപ്റ്ററായ ലെറ്റ് സേവ് ഫോർ ദി ഫ്യൂച്ചർ എന്ന ചാപ്റ്ററാണ്. മക്കളിവിടെ ഫസ്റ്റ് പേജിൽ തന്നെ ടീച്ചറും കുട്ടികളുടെ ഒരു ക്ലാസ് റൂം കാണാം. ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി, അതെല്ലാവരും ഓപ്പൺ ചെയ്തോ? ഇനി ഓപ്പൺ ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികൾ അക്കൗണ്ട് തുടങ്ങണം എന്ന് ടീച്ചർ കുട്ടികളോട് പറയുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ, ആറിൻറ്റ് യു ലിസൺ ടു ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ടീച്ചർ ആൻഡ് ചിൽഡ്രൻസ്, വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? അവർ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഇല്ലാത്തവർ ഓപ്പൺ ചെയ്യാനൊക്കെയാണ് ടീച്ചർ പറയുന്നത് അല്ലേ. ഇനി അവിടെ പറയുന്നത് വാട്ട് ഈസ് എ ബാങ്ക്? എന്താണ് ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, bank is a financial institution that accept money from the public and deposit and provide loans to those in needs for following certain criteria. അപ്പോൾ ബാങ്ക് എന്നതൊരു ധനകാര്യ സ്ഥാപനമാണ്. അത് എന്താണ് ചെയ്യുന്നത്? പബ്ലിക്കിൻ്റെ എടുക്കുന്ന മണി സ്വീകരിക്കുകയും അത് ഡെപ്പോസിറ്റായി സ്വീകരിക്കുകയും അതുപോലെ തന്നെ പീപ്പിൾസിന് ആർക്കാണോ ആവശ്യം അത് സർട്ടൻ ക്രൈറ്റീരിയാസൊക്കെ വെച്ചിട്ട് പീപ്പിൾസിന് ലോണ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ലോണിൽ വാങ്ങിക്കുന്ന ആൾക്കാർ ബാങ്കിന് കൊടുക്കേണ്ടി വരും. ഡെപ്പോസിറ്റ് അതിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ മക്കളെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? Bank are financial institution that accept money from the public as deposit and provide loans to those in needs for following criteria. അപ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന പണം സ്വീകരിക്കുകയും വായ്പയായിട്ട് ജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ട് പണം നൽകുകയും ചെയ്യും. ലോണിൻ്റെ ബേസിൽ പണം നൽകുകയും പബ്ലിക്കിന് ചെയ്യുന്നല്ലേ. അതിൽ പ്രത്യേകമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ഇനി വാട്ട് ഈസ് മണി? ഇനി മണി എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ജനറലി കോൾഡ് മണി. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ സാധനങ്ങൾ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? പൈസയാണ് അല്ലേ. അപ്പം സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുമ്പോഴോ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അത് സ്വീകരിക്കുന്നത് എന്താണ്? അതാണ് മണി. ഇനി പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ബാങ്ക്. അപ്പോൾ ബാങ്കിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് സംഭവിച്ചത്? ബാങ്ക് എങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ളത്? അപ്പം ഒരുപാട് സർപ്ലസ് മണി ഉള്ള, അതായത് ഒരുപാട് പൈസ കയ്യിലുള്ള വ്യക്തികൾ, പൈസക്ക് ആവശ്യമുണ്ടാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ആ മണി ലെൻഡേഴ്സ്. അപ്പോൾ ലോക്കൽ മണി ലെൻഡേഴ്സ്, പൈസ ആവശ്യം വരുന്ന ആൾക്കാർക്ക് ഈ സർപ്ലസ് മണിയുള്ള വ്യക്തികൾ ഈ മണി ലെൻഡേഴ്സിന് കൊടുക്കും. അപ്പോൾ പൈസ ഒരുപാട് എക്സസ് മണിയുള്ള ആൾക്കാർ, കുറച്ചൊക്കെ പൈസ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? മണി ആവശ്യമുള്ള വ്യക്തികൾക്ക് കൊടുക്കും. അതിന് കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ വെക്കുമായിരിക്കും അല്ലേ. ലോൺ എന്ന രീതിയിൽ ബേസിൽ കൊടുക്കുന്നത് പോലെ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ തന്നതിൽ നിന്ന് 10%, 2% കൂടുതൽ തരണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രൈറ്റീരിയാസൊക്കെ ഉണ്ടായിട്ട് കൊടുക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? സർപ്ലസ് ആയിട്ടുള്ള മണിയുള്ള വ്യക്തികൾ ലോക്കൽ മണി ലെൻഡേഴ്സിന് മണി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ജനങ്ങൾക്ക് പൈസയുടെ ആവശ്യങ്ങൾ കൂടി വരുന്നു. അപ്പം ലോൺ എന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം തുടങ്ങാൻ ആവാനുള്ള കാരണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫോർമേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ആവുകയും അപ്പോൾ ഇതിൽ നിന്ന് ബാങ്കുകൾ ഫോം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ സർപ്ലസ് മണി, കൂടുതൽ പൈസയുള്ള ആൾക്കാർക്ക് സേഫ്റ്റി ആയിട്ട് ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് മണി ചെയ്യാം. അതിൽ നിന്ന് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മണി ആവശ്യമുള്ള ആൾക്കാർക്ക് ലോണിൻ്റെ ബേസിലൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവർ ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ബാങ്കിൻ്റെ ഫോർമേഷൻ. ഇനി ബാങ്ക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച് വേർഡിലൂടെയാണ്. ബാങ്ക്യു എന്ന വേർഡിലൂടെയാണ് ഡിറൈവ് ചെയ്തത്. അതുപോലെ അതിൻ്റെ മീനിങ് എന്താണ്? ബെഞ്ച്, BENCH, ബെഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ മക്കളെ പറയുന്നത്, ലെറ്റ്സ് സീ വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ്
took place in economical activity when the local financial institution developed into bank. അപ്പോൾ ലോക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കായി മാറിയില്ലേ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്? പീപ്പിൾസിന് ലോണിൻ്റെ ആവശ്യങ്ങൾ, പൈസയുടെ ആവശ്യങ്ങൾ കൂടുമ്പം പീപ്പിൾസിന് ലോൺസ് കിട്ടിത്തുടങ്ങി അല്ലേ. ഇപ്പോൾ പൈസ ലോണിൻ്റെ ആവശ്യകത കൂടി, പൈസയുടെ ആവശ്യകത കൂടിയപ്പം ലോണിൻ്റെ ബേസിൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി പീപ്പിൾസിന് പൈസ അല്ല ലോണിൻ്റെ രീതിയിൽ. അതുപോലെ തന്നെ കുറേ ഈ സർപ്ലസ് മണിയുള്ള പേഴ്സൺസ് ചൂഷണങ്ങൾ ചെയ്തിട്ടുണ്ടായി അല്ലേ. കുറേ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ ചൂഷണങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഡിക്രീസ് ആയിട്ട്, ദ ലെവൽ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഡിക്രീസസ്. ദെൻ എന്താ, പീപ്പിളിൻ്റെ ഇടയിൽ ഒരു ഹാബിറ്റ് ഓഫ് സേവിങ് എന്നത്, സേവിങ്സ് ഓഫ് ഹാബിറ്റ് എന്നത് ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പീപ്പിൾസിന് സേവിങ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഹാബിറ്റ് ഓഫ് സേവിങ് ഇൻക്രീസ് എമംഗ് ദി പീപ്പിൾ. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് എക്കണോമിക്കലി ചേഞ്ചസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാങ്കുകൾ വന്നപ്പോൾ ഒരു എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താ പറയുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1770. നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കാണ് ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, വർഷം ഏതാ? 1770. ഇനി കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ ബാങ്ക് നെടുങ്ങങ്ങാടി ബാങ്ക് ആണ്. അത് 1899 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അതൊരു പ്രൈവറ്റ് ബാങ്കായിരുന്നു. അത് ഫോംഡ് ചെയ്തത് അപ്പു നെടുങ്ങങ്ങാടി എന്ന് പറയുന്ന പേഴ്സണാണ്. അപ്പോൾ ഇത്രയുള്ള മക്കളെ അതിൻ്റെ വർഷം ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യയിൽ ആദ്യം ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1770. കേരളത്തിൽ ആദ്യം ബാങ്ക് വന്നത് 1899. 1899 കേരളത്തിൽ വന്നത്. ആദ്യത്തെ ബാങ്ക് ഇന്ത്യയിൽ വന്ന ബാങ്ക് ഏതാ? ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അതുപോലെ തന്നെ നെടുങ്ങങ്ങാടി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് ക്വാർട്ടർ കോഴിക്കോട് ആണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരുന്നത്. കേരളത്തിൽ വന്ന ആദ്യത്തെ ബാങ്ക്. ദെൻ അതൊരു പ്രൈവറ്റ് ബാങ്കായിരുന്നു. അത് ഏത് പേഴ്സണാണ് ഫോം ചെയ്യിപ്പിച്ചത്? അപ്പു നെടുങ്ങങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേഴ്സണായിരുന്നു ഫോം ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെ ഇനി റിസർവ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. ആർ ബി ഐൻ്റെ ഫുൾ ഫോം എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935. അതിൻ്റെ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈയിലാണ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ. അപ്പം 1935 റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹെഡ് ക്വാർട്ടർ മുംബൈയിൽ. അതിൻ്റെ മറ്റ് മേജറായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ മേജർ ഫങ്ഷൻസ് ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ: ഇഷ്യൂ ഓൾ ദി കറൻസി എക്സെപ്റ്റ് ദി 1 rupee നോട്ട്, കൺട്രോൾ ഓൾ ലോൺസ്, knowing has banker of bank, function has banker of to the government. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 മേജറായിട്ടുള്ള ഫങ്ഷൻസ് ആണ് പറയുന്നത്. 1 rupee നോട്ട് എക്സെപ്റ്റ് 1 rupee നോട്ട്, 1 rupee നോട്ട് ഒഴികെ ബാക്കി എല്ലാ കറൻസീസും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ലോൺസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. ദെൻ ബാങ്കർ ഓഫ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബാങ്കിൻ്റെ എല്ലാ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എക്സെപ്റ്റ് 1 rupee നോട്ട്, കറൻസീസൊക്കെ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൺട്രോളിങ് ദ ലോൺസ്, അതുപോലെ തന്നെ ബാങ്കർ ഓഫ് ബാങ്ക്. ദെൻ എല്ലാ ഗവൺമെൻറ് ബാങ്കിൻ്റെയും ലോൺസും മറ്റു കാര്യങ്ങളൊക്കെ ഫങ്ഷൻസ് ചെയ്യുന്നത് ആരുടെ ഇതിലാണ്? അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും എല്ലാ റൂൾസും ചെയ്യുക. അത് ഇത്ര ശതമാനം ലോൺ കൊടുക്കാൻ പാടുള്ളൂ, ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കണം ഇൻട്രസ്റ്റ് വാങ്ങിക്കേണ്ടത്, അതിൻ്റെ ഒക്കെ ഫങ്ഷനിങ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ മേജറായിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലെ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ എഴുതേണ്ടത്. നെയിം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935, ഹെഡ് ക്വാർട്ടർ ഇൻ മുംബൈ, അല്ലെങ്കിൽ 1935 ഇൻ മുംബൈ. ദെൻ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ ഹാസ് ബാങ്കർ ടു ദി ഗവൺമെൻറ്. മക്കളെ ഈ പേജിൽ 2 പേഴ്സൺ അവിടെ ഉണ്ട്. ആ വ്യക്തി പറയുന്നത് അയാളുടെ കയ്യിൽ 5 lakh rupees ഉണ്ട്, 5 ലക്ഷം രൂപയുണ്ട്. അയാളുടെ ഒരു പ്രോപ്പർട്ടി വിട്ടിട്ടുള്ള പൈസയാണ്. അത് മകളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അടുത്ത വർഷത്തേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പൈസയാണ്.
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർ എന്താണ് ചെയ്യുക, ആ വ്യക്തി എന്താണ് ആ പൈസേനെ കൊണ്ട് ചെയ്യുക? ആ പൈസ സേഫ് ആയിരിക്കണം, സെക്യൂർ ആയിരിക്കണം. അതുപോലെ തന്നെ ആ പൈസ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ 5 lakh rupees ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താവും, അയാൾക്ക് ഇൻട്രസ്റ്റും കിട്ടും, ആ പൈസ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ബാങ്കിൽ സേഫായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. ഹി ക്യാൻ ഏൺ ഇൻട്രസ്റ്റ് ഓൾസോ, ഹി വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൾസോ. അപ്പം എ സേഫ് പ്ലേസ് ടു ഡെപ്പോസിറ്റ് മണി ആൻഡ് ഹി വിൽ ഗെറ്റ് ഏർണിങ്സ് ആയിട്ട് ഹി വിൽ ഗെറ്റ് ദി ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് അടുത്തത്, ആ വുമണിന് ആ ലേഡിക്ക് ഒരു വീട് വാങ്ങണം. വീട് വാങ്ങണം. അപ്പം അവർക്ക് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് 12 lakh rupees ആവശ്യമാണ്. പക്ഷേ ആ ലേഡിയുടെ കയ്യിൽ 5 lakh rupees മാത്രമേ ഉള്ളൂ. അപ്പം 12 5 മൈനസ് ചെയ്താൽ 7 lakh rupees ആ ലേഡിക്ക് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും ആവശ്യമാണ്. അപ്പം വാട്ട് ഷീ വിൽ ഡു? അപ്പം അവർ എന്താണ് ചെയ്യുക? ഷീ വിൽ ബോറോ 7 lakh rupees ഫ്രം ദി ബാങ്ക്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് 7 ലക്ഷം രൂപ കടം വാങ്ങിക്കും ലോണായിട്ട്. അപ്പം ഷീ വിൽ പേ ഇൻട്രസ്റ്റ് ടു ദി ബാങ്ക്. ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയും കൂടി വേണം. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യും 7 lakh rupees. 5 lakh അവരുടെ കയ്യിലുണ്ടല്ലോ. 12 lakh ആണ് വീട് വാങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള മണി. അപ്പോൾ 7 lakh വാങ്ങും ലോണായിട്ട്, ഇൻട്രസ്റ്റ് പേ ചെയ്യുകയും വേണം അല്ലേ. എന്നിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ലോണ് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവർ വാങ്ങിക്കുന്ന 7 ലക്ഷത്തിന് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ പൈസ തിരിച്ചു അടക്കണം ബാങ്കിൽ. അതുപോലെ തന്നെ അതിന് ഇൻട്രസ്റ്റും പേ ചെയ്യണം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട്, ഒബ്സർവ് ബോത്ത് ദ സിറ്റുവേഷൻസ്, വാട്ട് ആർ ദി നീഡ്സ് ഓഫ് ബോത്ത് ദി ഇൻഡിവിജ്വൽസ്. ഈ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും ആവശ്യകത എന്തൊക്കെയായിരുന്നു? ഒരാൾക്ക് പൈസ സർപ്ലസ് മണി ഉണ്ട്, സെയിൽ ചെയ്തതിൻ്റെ അല്ലേ, പ്രോപ്പർട്ടി സെയിൽ ചെയ്തതിൻ്റെ പൈസ ഉണ്ട്. അത് ബാങ്കിൽ സുരക്ഷമായിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കിട്ടും. മറ്റേ ആളുടെ പ്രോബ്ലം എന്തായിരുന്നു? 12 ലക്ഷത്തിൻ്റെ 12 lakhൻ്റെ ഒരു വീട് വാങ്ങണം. ഷീ വാണ്ട് ടു ബൈ എ ഹൗസ്, ബട്ട് ഷീ ഹാസ് ഓൺലി, അവർക്ക് എത്ര പൈസ മാത്രമേ ഉള്ളൂ? 5 lakh rupees മാത്രമേ ഉള്ളൂ കയ്യിൽ. ബാക്കി വരുന്ന 7 lakh ഷീ വാണ്ട് ടു ബോറോ എ ലോൺ ഫ്രം ദി ബാങ്ക് അല്ലെ. ബാങ്കിൽ നിന്ന് ലോണ് വാങ്ങിക്കണം 7 ലക്ഷത്തിന്. ഇതാണ് അവരുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻസും അവരുടെ ആവശ്യം. ഇനി താഴെ ഒബ്സർവ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി ലിസ്റ്റ്. തന്നിരിക്കുന്ന ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ബാങ്ക് എന്നത് ഇൻഡിവിജ്വലിൻ്റെ അടുക്കുന്നായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുക്കുന്നായാലും ഗവൺമെൻറ്റിൻ്റെ അടുക്കുന്നതൊക്കെ ആയാലും ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ബോറോസ്, ഈ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റ്സൊക്കെ ബാങ്കിൽ നിന്നാണ് ലോണുകൾ ബോറോ വാങ്ങിക്കുകയും ചെയ്യുക കടമായിട്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, അതായത് ഡെപ്പോസിറ്ററും ബോറോവേഴ്സും എന്ന് പറഞ്ഞാൽ ലോൺ വാങ്ങിക്കുന്ന ആൾക്കാർ, ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് പണം നിക്ഷേപിക്കുന്ന ആൾക്കാർ ബാങ്കിലേക്ക് അല്ലേ. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറ് ആവാം, അതുപോലെ തന്നെ ബോറോവേഴ്സും ഇൻഡിവിജ്വൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇതിൻ്റെ രണ്ടിലും ഇടയിൽ നിൽക്കുന്നതാണ് ബാങ്ക് എന്നത്. മിഡിൽ മാനാണ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്ററി ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ബാങ്കാണ്. അപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ ഡെപ്പോസിറ്റർ വരും അല്ലേ. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾ ഡെപ്പോസിറ്റർ. ദെൻ ബാങ്കിൽ തന്നെ ലോണുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിൽ ബോറോവേഴ്സും വരും, പൈസ വാങ്ങിക്കുന്ന ആൾക്കാരും വരും. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താ, നിശ്ചിത ഇൻട്രസ്റ്റ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ബാങ്ക് കൊടുക്കും ഡെപ്പോസിറ്റേഴ്സിന്. അതുപോലെ തന്നെ ലോണ് വാങ്ങുന്ന ആൾക്കാർ, ലോൺ ആരാണോ വാങ്ങിച്ചത് ആ വാങ്ങുന്ന വ്യക്തികൾ ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് റീപേ ചെയ്യുകയും ചെയ്യും. അപ്പം റീപേ ദി ലോണ് റീപേ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് നിശ്ചിത ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ടാവും അവർ. ആ ലോണിന് ആ ഇൻട്രസ്റ്റും കൂടി ഈ ബോറോവേഴ്സ് ബാങ്കിലേക്ക് കൊടുക്കും, പേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മക്കളെ, ഡെപ്പോസിറ്റേഴ്സ് ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ആവാം, അതുപോലെ തന്നെ ബോറോവേഴ്സ് എന്ന് പറഞ്ഞാലും ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറ് ആവാം. അപ്പോൾ മക്കളെ, ബാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന്
അല്ലെ ഗവൺമെൻറ്റിൻ്റെ കഴിയുന്നാലും അക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്കിന് എടുക്കുന്ന ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അതിന് എങ്ങനെയായിരിക്കും പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ബാങ്ക് ഡെപ്പോസിറ്റർക്ക് കൊടുക്കുകയും ചെയ്യും. അത് ഇൻഡിവിജ്വൽ ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഗവൺമെൻറ് ആവാം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും മേ ബി ഗവൺമെൻറ് ഒക്കെ ബാങ്കിൽ നിന്ന് പൈസ ബോറോ ചെയ്യുക ലോൺ എന്ന രീതിയിൽ. അവർ ആരാണോ ബോറോ ചെയ്യുന്നത് അവർ നിശ്ചിത ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ബോറോ ചെയ്യുന്ന വ്യക്തി ഇൻട്രസ്റ്റ് ബാങ്കിന് പേയ്മെൻറ്റ് ചെയ്യും. അതാണ് ശരിക്കും ബാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി ഇൻഡിവിജ്വൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെൻറ്. The bank returns the deposit with interest after a specified period. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും ഡെപ്പോസിറ്റ് ചെയ്തതിന്. The bank lent money to the needy from such depositors. അവർക്ക് എപ്പോഴും ആവശ്യം എന്ന് ചോദിച്ചാൽ അത് കൊടുക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ആ പ്രത്യേകമായ ഒരു കാലാവധി ഉണ്ടാവും, അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് കൊടുക്കുക. Then the borrowers repay the amount to the bank with interest. The banker is a person or establishment that carries out the banking business. അപ്പോൾ മക്കളെ, ഇതാണ് ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മോർ ഓവർ ബാങ്ക് എന്നതൊരു ഇൻ്റർമീഡിയേറ്ററാണ്, അല്ലെങ്കിൽ ഒരു മിഡിൽ മാനാണ് ഡെപ്പോസിറ്ററിൻ്റെയും ബോറോവേഴ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബാങ്ക് എന്നത്. അപ്പോൾ മക്കളെ, ഇനി നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ബാങ്കിൽ ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ, അത് ഇൻഡിവിജ്വലാവും, ഇൻസ്റ്റിറ്റ്യൂഷനാവാം, ഗവൺമെൻറ് ആവാം. ബാങ്കിൽ ആരാണോ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവർക്ക് എന്ത് കിട്ടും? ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ബാങ്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക്, പബ്ലിക്കിന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ലോണ് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുകയാണെങ്കിൽ ബോറോ ആരാണോ ചെയ്യുന്നത് അവർക്ക് ചില ക്രൈറ്റീരിയാസൊക്കെ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുകയും ബാങ്ക് പ്രൊവൈഡ് ചെയ്യും ലോണ്. അതുപോലെ തന്നെ നിശ്ചിത ഒരു പെർസെൻറ്റേജ് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റിൽ എത്രയാണോ ആ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് ആ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ബോറോ ചെയ്യുന്ന വ്യക്തി ബാങ്കിന് പേ ചെയ്യുകയും ചെയ്യും ഇൻട്രസ്റ്റ് എന്ന രൂപത്തിൽ. ഒരു ക്വസ്റ്റ്യനായിട്ട് പറയുന്നുണ്ട്, എക്സാമിൻ ദി പിക്ചേഴ്സ് ഗിവൺ above and find out whether the interest rate is higher for deposit or loans. ഏതിനാണ് അവിടെ കൊടുത്തിട്ടുണ്ട്? ഡെപ്പോസിറ്റിന് 7.5% ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ലോണ്, പല രീതിയിലുള്ള ലോണുകളുണ്ട്. അതുപോലെ തന്നെ ലോണിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക്കിന് എടുക്കുന്ന 12% ആണ്. അപ്പോൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ? ലോണ് ആൾക്കാർ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിക്കുന്നതാണ്, ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിക്കുന്നതാണ് കൂടുതൽ. ഡെപ്പോസിറ്റിന് അതിനെക്കാട്ടിയും കുറവാണ്. ലോണിന് 12%, 7.5% ഡെപ്പോസിറ്റിന്. അപ്പോൾ കൂടുതൽ ഏതാണ്? ലോണിനാണ് വാങ്ങിക്കുന്നത് അല്ലേ ബാങ്ക്. ഇനി മക്കളെ പറയുന്നത് ലെറ്റ്സ് ഓപ്പൺ എൻ അക്കൗണ്ട്. ഇനി ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ കുട്ടി പറയുന്നത് വെച്ചാൽ, ആ കുട്ടിയും ഈ പിക്ചറിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പിക്ചറിലുള്ള കുട്ടിയും കുട്ടിയുടെ അമ്മയായിട്ട് ബാങ്കിൽ പോവുകയും ആ കുട്ടിക്ക് അക്കൗണ്ട് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ പാസ്പോർട്ട് കോപ്പിയുള്ള സൈസ് ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയുണ്ട്, മറ്റു ഡോക്യുമെൻസും ഉണ്ട്. അക്കൗണ്ട് തുടങ്ങാനായിട്ടൊരു ഫോം തരും അവർ ബാങ്കിൽ നിന്ന്. ആ ബാങ്കിൽ തരുന്ന ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്തിട്ട് ഈ ഡോക്യുമെൻസും കൂടി ഫോട്ടോ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ആവശ്യം? പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ ആവശ്യമാണ്, ആധാർ കാർഡ് ആവശ്യമാണ് അല്ലേ. പിന്നെ അവർ ഒരു ഫോം തരും, അത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം. പറയുന്നത് ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന്. വാട്ട് ഈസ് എ ബാങ്ക് അക്കൗണ്ട്? എ ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് for making financial transactions between a bank and a customer. This is recorded in a passbook.
ബാങ്കിൻ്റെ പാസ്ബുക്കിലാണ് എല്ലാ രീതിയിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കസ്റ്റമറും ബാങ്കും തമ്മിലിടയിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു. ഇപ്പം കുറേയൊക്കെ ഓൺലൈനല്ലേ, അപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തു, എന്തെങ്കിലും സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങി, അപ്പോൾ അതിന് ബിൽ പേയ്മെൻറ്റ് ചെയ്തു. അതൊക്കെ ബില്ല് ഒക്കെ ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കും നമ്മളും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ കസ്റ്റമറും ബാങ്കിലും തമ്മിലുള്ള എന്തൊക്കെ ഫിനാൻഷ്യൽ മണിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ എന്തൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം മണി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും, ഇനി ആരെടുക്കെങ്കിലും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അവർ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോൾ നമുക്ക് പൈസ വരികയും ചെയ്യും അല്ലേ. ഡെബിറ്റും ക്രെഡിറ്റും മണി ആവുന്നുണ്ട്. അപ്പം ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ ആവണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കസ്റ്റമറും ബാങ്കും തമ്മിൽ നടക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വരും. അതുപോലെ തന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ബാങ്കിൻ്റെ പാസ്ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ അഡ്രസ്സ്, പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കാണാം. അതുപോലെ തന്നെ IFSC കോഡ് ഉണ്ടാവും അല്ലേ, ഏതാണ് ബ്രാഞ്ച്, നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണ്, അതൊക്കെ ഡീറ്റെയിൽസ് പാസ്ബുക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മക്കളെ, നെക്സ്റ്റ് പേജിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫോർ സ്റ്റുഡൻസ്, ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇനി സ്റ്റുഡൻസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, ബെനിഫിറ്റ് ഗുണങ്ങളാണ് ഉള്ളതെന്ന്, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം കുട്ടികളുടെ ഇടയിൽ ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ പൈസ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന്, ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ആ പൈസ എപ്പോഴും എന്തായിരിക്കും, സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു പൈസ സമ്പാദ്യം കുട്ടികളുടെ ഇടയിലുണ്ടെങ്കിൽ മണി മാനേജ്മെൻറ്റ് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് പൈസ എന്തിനൊക്കെ ചിലവാക്കണം, പൈസ സേവിങ്സിൽ നിന്ന് എത്രമാത്രം ചിലവഴിക്കണം, അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് കുട്ടികൾ പഠിക്കാനിടയാവും. ഇതൊക്കെ മക്കൾ പറയുന്നത് ബിൽഡ് എ സേവിങ് ഹാബിറ്റ്, ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ലേൺ ഇൻ മണി മാനേജ്മെൻറ്റ്, യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ നീഡ്സ്, കീപ് മണി സേഫ് ആൻഡ് സെക്യൂർ. ഇനി മക്കളെ ഒരു ടോപ്പിക്ക് പറയുന്നത് നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റും അക്കൗണ്ട്സിൻ്റെയും ടൈപ്സ് ആണ് പറയുന്നത്. എന്തൊക്കെ രീതിയിലെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ രീതിയിലുള്ള അക്കൗണ്ട്സ് ഉണ്ടെന്ന്. അപ്പം എന്തൊക്കെ രീതിയിലുള്ള അക്കൗണ്ട്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ബാങ്ക് അക്കൗണ്ടിനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലാണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ആ വ്യക്തിയും ബാങ്കിലും തമ്മിലുള്ളതാണ് ട്രാൻസാക്ഷൻസൊക്കെ വരിക. അപ്പോൾ വ്യക്തിയുടെ എന്തൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസാണ് ബാങ്കായിട്ട് വരുന്നത് അതൊക്കെ ആ വ്യക്തിയുടെ പാസ്ബുക്കിൽ വരും അല്ലേ. അപ്പോൾ ആ വ്യക്തിയും ആ കസ്റ്റമറും ആ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലും ആ ഇൻഡിവിജ്വലും ബാങ്കും തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസൊക്കെയാണ് വരിക. അപ്പോൾ ആ വ്യക്തിയായിട്ടാണ് ബാങ്കിന് ഇടപാടുകൾ ഉണ്ടാകുക. അപ്പം ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിലാണ് തുടങ്ങുക. ആ വ്യക്തിയും ബാങ്കും തമ്മിലുള്ള എന്തൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസാണ് ആ വ്യക്തി ബാങ്കിൽ നിന്ന് ചെയ്യുന്നത് അതൊക്കെയാണ് ആ അക്കൗണ്ടിൽ വരിക. An account opened in the name of an individual, only that person can make transaction through that account. ആ ബാങ്ക് അക്കൗണ്ടിൽ ആ വ്യക്തിയും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് ബാങ്കിൻ്റെ ഇടപാടുകൾ ചെയ്യുന്നത്, ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസൊക്കെയാണ് അവരുടെ പാസ്ബുക്കിൽ ഉണ്ടാവുക. അവർ ആ ഇൻഡിവിജ്വലിൻ്റെ പേരിലാണ് അക്കൗണ്ട് ഉണ്ടാകുന്നത്. ജോയിൻ്റ് അക്കൗണ്ടാണ് നെക്സ്റ്റ്. ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 2-ലധികമോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി ചേർന്നിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു അക്കൗണ്ടാണ്. ജോയിൻ്റ് ആയിട്ടാണ്, ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല 2 2-ലധികമോ ആൾക്കാർ ജോയിൻ്റ്ലി കൂടിയിട്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ്. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. അപ്പം ജോയിൻ്റ്ലി ചെയ്യുന്ന അക്കൗണ്ടാണ് ജോയിൻ്റ് അക്കൗണ്ട്. അപ്പോൾ 2 2-ലധികമോ ആൾക്കാർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ്. അപ്പം ജോയിൻ്റ് അക്കൗണ്ട് ഇസ് ആൻ ഓപ്പൺഡ് ബൈ 2 or more individuals or institution jointly. മക്കളെ, മൂന്നാമത്തെ അക്കൗണ്ടിൻ്റെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. An account opened
the name of an institution, an authorized person in the institution open the account and make transactions. അപ്പം ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ എടുക്കുന്ന അക്കൗണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട്. ഇവിടെ ആ സ്ഥാപനത്തിനൊരു സീലൊക്കെ ഉണ്ടാവും. ആ സ്ഥാപനം എന്നതൊരു ഓതറൈസ്ഡ് പേഴ്സണായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേരിൽ തുടങ്ങുന്നത്. എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു ബിസിനസ്സിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേരുണ്ടാവും, അല്ല അതിൻ്റെ ആ ബിസിനസ്സിന് എന്താണ് പേര് അതുണ്ടാവും. അപ്പോൾ ആ ബിസിനസ് എന്നത് ആ പേരിലൂടെ ഒരു ഓതറൈസ്ഡ് പേഴ്സണായി. ആ ബിസിനസ്സിന് സീലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു ഓതറൈസ്ഡ് പേഴ്സണായി. അപ്പോൾ അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലായിരിക്കും. അപ്പം അക്കൗണ്ട്സിൻ്റെ ടൈപ്സിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ടൈപ്പിൽ 3 രീതിയിലുള്ള ടൈപ്സ് അക്കൗണ്ടാണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ അക്കൗണ്ട്, വ്യക്തികളുടെ പേര് തുടങ്ങുന്ന ജോയിൻ്റ് അക്കൗണ്ട്, രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ കൂടി ചേർന്ന് തുടങ്ങുന്ന അക്കൗണ്ടാണ് ജോയിൻ്റ് അക്കൗണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും, അവരുടെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ തുടങ്ങുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്കിനെ കുറിച്ചിട്ടാണ്. അല്ലെ, ബാങ്ക് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ പബ്ലിക്കിനടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുകയും നമ്മൾ ബാങ്ക് പബ്ലിക്കിനെടുക്കുന്ന ബോറോ ചെയ്യുന്ന ലോൺസ് പബ്ലിക്കിന് ലോൺ കൊടുക്കുകയും ചെയ്യും. അതിന് പെർസെൻറ്റേജ് ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ബാങ്ക് കണ്ടു. ബാങ്ക് ഫസ്റ്റ് നമ്മൾ ഇന്ത്യയിലെ ബാങ്ക് ഉണ്ടായത് ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് 1717. അതുപോലെ തന്നെ നെടുങ്ങങ്ങാടി ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഹെഡ് ക്വാർട്ടറുള്ള ഫസ്റ്റ് കേരള ബാങ്ക് ആയിരുന്നു. ദെൻ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് കണ്ടു. 1 രൂപ നോട്ട് അല്ലാതെ മറ്റ് കറൻസികൾ ഇഷ്യൂ ചെയ്യുകയും ലോൺസ് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ബാങ്കർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. RBI എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ദെൻ ഗവൺമെൻറ് ബാങ്കിൻ്റെ എല്ലാ ഫങ്ഷൻസും ക്യാരി ഔട്ട് നോക്കി നടത്തുന്ന കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഫങ്ഷനിങ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 പിന്നെ നമ്മൾ ഡെപ്പോസിറ്ററിൻ്റെയും ബോറോവറിൻ്റെയും നടുക്ക് വരുന്ന ആളാണ് ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മിഡിൽ മാൻ ആയിട്ട് വരുന്നതാണ് ബാങ്ക് എന്ന് പഠിച്ചു. ബാങ്കിൻ്റെ ഫംഗ്ഷനാണ് ഇത്രയും സമയം പറഞ്ഞുകൊണ്ട് വന്നത്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക ബാങ്കിൽ. അതുപോലെ തന്നെ അതിനൊരു സ്പെസിഫൈഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദെൻ ബാങ്ക് ഇവർക്കൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ബാങ്കിൻ്റെ ഫങ്ഷൻ. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലോണിനായിരിക്കും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുക. ഡെപ്പോസിറ്റിന് ലോണിനും കാട്ടിയും കുറവ് ഇൻട്രസ്റ്റാണ് ബാങ്ക് പേഴ്സൺസിന് പബ്ലിക്കിന് കൊടുക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റർക്ക് കൊടുക്കുക. ഇത്രയും നമ്മൾ ബാങ്കിൻ്റെ ഫങ്ഷനായിട്ട് കണ്ടു. ഇനി അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും ബാങ്ക് തരുന്ന ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്യുക, സൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അക്കൗണ്ടിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ട് നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഫോൺ നമ്പറും മെയിലും അതുപോലെ തന്നെ അഡ്രസ്സും ഓഫ് അക്കൗണ്ട്, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് നമുക്കുള്ളതെന്നും അപ്പം അത് ഒക്കെ ബാങ്കിലുണ്ടാവും. പിന്നെ ഒരു സ്റ്റുഡൻറ്റിന് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ്, അതൊരു ഫ്യൂച്ചർ ഹാബിറ്റായി, സേവിങ് ഒരു ഹാബിറ്റാവും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മണി ഉപയോഗിക്കാം. അതൊക്കെ കണ്ടു നമ്മൾ. പിന്നെ മണി സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. പിന്നെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് 3 ടൈപ്പിലാണ്: ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. ഇൻഡിവിജ്വൽ ഒരു വ്യക്തി തുടങ്ങുന്നതാണ്. ജോയിൻ്റ് അക്കൗണ്ട് രണ്ടിലധികമോ ആൾക്കാർ ജോയിൻ്റ്ലി തുടങ്ങുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ തുടങ്ങുന്നതാണ്. അതൊരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ ഈ ചാപ്റ്ററിൽ വരുന്ന ഭാഗം. അപ്പോൾ മക്കളെ, സെക്കൻഡ് പാർട്ട് വേറൊരു വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.